ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു പ്രോണസിനി ടോക്സ്. ഇന്ന് പറയാൻ വേണ്ടി പോണത് ഒരു സിനിമയുടെ റിവ്യൂ പറയാൻ വേണ്ടി പോകുന്നത്. അതായത് ഒരു മലയാള സിനിമയുടെ റിവ്യൂ, അയൽവാശി. ഈ ഒരു സിനിമയുടെ റിവ്യൂ ആണ് പറയാൻ വേണ്ടി പോകുന്നത്. ഇർഷാദ് പരാരിയാണ് ഈ സിനിമയുടെ സംവിധായകൻ. പ്രധാന വേഷങ്ങൾ വരുന്നത് സൗബിൻ സാഹിർ, ഗോകുലൻ, ബിനു പപ്പു, നെസ്ലീൻ, ലിജോ മോൾ, നിഖില വിമൽ, വിജയരാഘവൻ തുടങ്ങിയവരൊക്കെയാണ് ഈ ഒരു റോൾ ചെയ്യുന്നത്. ജഗദീഷും ഒരു പ്രധാനപ്പെട്ട റോൾ ചെയ്യുന്നുണ്ട്. പ്രധാനമായിട്ടും ഒരു ഫാമിലി മൂവിയാണ്. നമുക്ക് ഫാമിലി കോമഡി ജനറിൽ കൊണ്ടുപോകാൻ വേണ്ടി പറ്റിയൊരു മൂവിയാണ്. നല്ല ഒരു കാസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെയാണ്. ഇത് വേണം ആദ്യം ഇർഷാദ് പരാരിക്ക് ഒരു കൈ കൊടുക്കേണ്ടത്. കാരണങ്ങൾ ഒരു അപൂർവമായ ഒരു കാസ്റ്റിംഗാണ് ഈ സിനിമയെ കൊണ്ടുവന്നിരിക്കുന്നത്. അത്യാവശ്യം കോമഡി എലമെൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ത്രില്ലിംഗ് ആണ്. ഒരു ഫാമിലി മൂവിയാണെങ്കിൽ പോലും അത്യാവശ്യം ത്രില്ലിങ്ങും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്, വിജയിച്ചിട്ടുണ്ട് ആ ഒരു കാര്യത്തിൽ സംവിധായകൻ ഇർഷാദ് പരാരി. പിന്നെ മെയിനായിട്ട് പെർഫോമൻസ്, സൗബിൻ നന്നായിട്ട് തന്നെ ഈ പടത്തിൽ പെർഫോമൻസ് ഉണ്ട്. കാരണം അയാളെപ്പറ്റി നമുക്കറിയാം. കാരണം പുള്ളി ഒരു എക്സ്ട്രാ ഓർഡിനറി ആക്ടറാണ്, നാച്ചുറൽ ആക്ടറാണ്. കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതോടുകൂടി 100 കൊടുക്കുകയാണെങ്കിൽ 200% കൊടുത്ത് പെർഫോമൻസ് ചെയ്യുന്ന ഒരാളാണ് സൗബിൻ എന്ന് പറയുന്നൊരു കഥാപാത്രം. പക്ഷേ ഇവിടെ ഏറ്റവും ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരുടെയും പെർഫോമൻസ് അടിപൊളിയാണ്. എടുത്ത് പറയേണ്ട പെർഫോമൻസ് ബിനു പപ്പുവിൻ്റെയും ഗോകുലിൻ്റെയും പെർഫോമൻസാണ്. ഇവരാണ് ഈ സിനിമ കൊണ്ടുപോകുന്നത്. ആ ഒരു കാലത്തിൽ ഇവരാണ് ഈ സിനിമയുടെ ഒരു ഹൈലൈറ്റ് പെർഫോമൻസ്. പിന്നെ സൗബിൻ്റെ പ്രകടനങ്ങളും സിനിമയ്ക്കൊരു മുതൽക്കൂട്ടാണെന്ന് വേണമെങ്കിൽ തന്നെ പറയാം. നെസ്ലിനും അത്യാവശ്യം നന്നായിട്ട് തന്നെയാണ് പെർഫോമൻസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇത്രയും പെർഫോമൻസ് ഇവർ നന്നായിട്ട് ചെയ്യുമ്പോഴും തിരക്കഥ ഭയങ്കര വീക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങേയറ്റം വീക്ക്. ഒരു ശക്തമായ തിരക്കഥ ഇല്ലാത്ത പടത്തിൻ്റെ ഏറ്റവും വലിയ ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിപ്പോയി. കാരണം ഈ സിനിമയിൽ വരുന്ന എല്ലാ കാസ്റ്റിംഗ് ചെയ്യുന്ന ആൾക്കാരും മാരക പെർഫോമൻസാണ് കാണിക്കുന്നത്. പക്ഷേ അതിന് വേണ്ട സ്ക്രിപ്റ്റ് ഈ പടത്തിൽ ഇല്ല എന്നുള്ളതാണ് ഇത്. ലിജോ മോളായിരുന്നാലും, നിഖില വിമലായിരുന്നാലും, ജഗദീഷ് ആയിരുന്നാലും, മറ്റ് സഹോദരങ്ങളായിരുന്നാലും എല്ലാവരും നന്നായിട്ട് പെർഫോമൻസ് ചെയ്തു. പക്ഷേ തിരക്കഥ എന്തുകൊണ്ട് ഇങ്ങനെ ആയിപ്പോ എന്നുള്ളതാണ് ചിന്തിക്കുന്നത്. ഒരു കഥയെന്ന് പറയുമ്പോൾ കേവലം ഒരു ബൈക്കിനെ സംബന്ധിച്ച്, ഇവിടെ ഒരു സ്കൂട്ടിയെ സംബന്ധിച്ചുള്ള ഒരു കഥയാണ് പോയിക്കൊണ്ടിരുന്നത്. അത് ആര് കേടുപാട് വരുത്തി എന്നുള്ള പല അഭിപ്രായങ്ങളും കാര്യങ്ങളെല്ലാം കൊണ്ടാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. ഇങ്ങനത്തെ ഒരു സ്ക്രിപ്റ്റിന് ഇത്രയ്ക്കൊരു പെർഫോമൻസ് വേണമെന്ന് ഞാൻ ചിന്തിക്കുന്നത്. എല്ലാവരുടെയും പെർഫോമൻസ് മാത്രം നോക്കിയിട്ടില്ല, നല്ല പെർഫോമൻസ് ആയിരുന്നു. പക്ഷേ അതിനുവേണ്ടി ആ സ്ക്രിപ്റ്റിനകത്തൊന്നും ഇല്ലതാനും. ഭയങ്കര എന്ന് വെച്ചാൽ ഈ സംവിധായകന് മറ്റെന്തെങ്കിലും ഒരു സബ്ജക്റ്റ് കണ്ടെത്തിക്കൊണ്ട് വന്നിട്ട് ഇവരെ കൊണ്ടൊരു മാസ്മരികമായൊരു പ്രകടനം നടത്തായിരുന്നു, അത് ചെയ്യിക്കായിരുന്നു. പക്ഷേ അതും ഇവിടെ ചെയ്തിട്ടില്ല. സംവിധായകൻ്റെ ഏറ്റവും വലിയൊരു പോരായ്മ തന്നെ ആ ഒരു കാര്യമാണ്. സോങ്ങുകളെ പറ്റി പറയുകയാണെങ്കിൽ വലിയ ഇമ്പാക്റ്റ് ഒന്നും സോങ്ങുകൾക്കും ഇല്ല. അത്യാവശ്യം കോമഡി വർക്കൗട്ടായി വന്നിട്ടുണ്ട്, അതിന് 100 തന്നെയാണ് മാർക്ക്. പെർഫോമൻസും കൊള്ളായിരുന്നു, കണ്ടിരിക്കാൻ പറ്റിയ സിനിമയാണ്. പക്ഷെ നമ്മൾ കണ്ടിരിക്കുമ്പോൾ നമ്മൾ കഥ മറന്നിട്ട് വേറെ ഒരു രീതിക്ക് പോകാനായിട്ട് ഇങ്ങനെ ശ്രദ്ധയപ്പെട്ടിട്ടുണ്ട്. കാരണം അതിന് വേണ്ടിയുള്ള തിരക്കഥയില്ല, ഒന്നുമില്ല. ഒരു തട്ടിക്കൂട്ട് തിരക്കഥയായിട്ട് തോന്നിപ്പോയി. അതിൽ ആ ഒരു തിരക്കഥയെ പോലും മാരകമായ പ്രകടനങ്ങൾ എല്ലാവരുടെയും. പല ട്വിസ്റ്റ് കൊണ്ടുവരുമ്പോഴൊക്കെ പോലും അത് ആ ട്വിസ്റ്റിനെ നോക്കുകയാണെങ്കിൽ അത് ഏത് രീതിക്കുള്ള ട്വിസ്റ്റാണെന്ന് നമുക്ക് ചിന്തിക്കണം. കാരണം ഒരു ബൈക്കാരോ കേടുപാട് വരുത്തിയതിൻ്റെ സംഭവത്തിൻ്റെ പേരിൽ ഇത്രയ്ക്കൊരു തിരിമറിയും കാര്യങ്ങളൊക്കെ കൊണ്ടുവരണം എന്നുള്ള കാര്യമാണ് ചിന്തിക്കുന്നത്. നമുക്ക് ടോട്ടലി ചിന്തിച്ചു കഴിഞ്ഞാൽ എന്താ ഈ സ്ക്രിപ്റ്റ് എന്താ മോശമാണെന്ന് നമുക്ക് തോന്നിപ്പോൾ. പക്ഷേ മോശമല്ലെന്നല്ല, സ്ക്രിപ്റ്റ് മോശമല്ല, മികച്ച ഒരു തിരക്കഥ കൊണ്ടുവരായിരുന്നു. മറ്റെന്തെങ്കിലും നമ്മളിപ്പം അയൽവാശി എന്നൊക്കെ പറയുമ്പോൾ എന്താണ് നമ്മൾ ചിന്തിക്കുന്നത്? ഒരു 2 കുടുംബം തമ്മിലുള്ള ഒരു തർക്കമോ അല്ലെങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ ആയിരിക്കും മെയിനായിട്ട് ഫോക്കസ് ചെയ്ത് പോകേണ്ടത് നമുക്ക് തോന്നിപ്പോകണം. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് വേറെ ഏതോ ഒരു തലത്തിൽ കൂടെ കഥ സഞ്ചരിക്കുന്നു. സംവിധായകൻ എന്ത് പറ്റിയതാണ് ചിന്തിക്കുന്നത്. തിരക്കഥയും സംവിധാനവും ഒക്കെ ചെയ്തിരിക്കുന്നത് ഇർഷാദ് പരാരി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതിന് ഒന്നും പറയാനില്ല. പുള്ളിക്കാരെ എന്ത് കണ്ടിട്ടാണ് ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റ് കൊണ്ടുവന്നിട്ട് ഇത്രയും കാസ്റ്റിംഗൊക്കെ ഉൾപ്പെടുത്തി ചെയ്തത് എനിക്കറിയത്തില്ല. ഭയങ്കര ഒരു നിരാശപ്പെടുത്തിയ ഒരു സ്ക്രിപ്റ്റിംഗ് ആയിപ്പം തോന്നി. പെർഫോമൻസിന് വീണ്ടും പറഞ്ഞാൽ എല്ലാവരും നന്നായിട്ട് പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. അതിന് 100 തന്നെ മാർക്ക്. ഒരേ മികച്ച തിരക്കഥ, അത് സംബന്ധപ്പെട്ട എന്തെങ്കിലും സംഭവവികാസങ്ങളും കാര്യം കൊണ്ടുവരാം. പിന്നെ കോട്ടയത്തെ ഈരാറ്റുപേട്ടയാണ് മെയിനായിട്ടുള്ള ഒരു ലൊക്കേഷൻ. ആ ലൊക്കേഷൻ ഈ സിനിമയിൽ നന്നായിട്ട് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ള കാര്യവും ഒരു സംഭവം തന്നെയാണ്. പിന്നെ എല്ലാവരുടെയും പെർഫോമൻസ് ഓക്കെ ആയിരുന്നു. ഒരു ശക്തമായ തിരക്കഥ കൂടി ഈ പടത്തിനുണ്ടായിരുന്നെങ്കിൽ മികച്ചതാക്കാമായിരുന്നു. പിന്നെ മെയിനായിട്ട് വന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു സിനിമയുടെ കഥയിലേക്ക് നമ്മളൊന്ന് ഫോക്കസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്കൂട്ടർ അത് സെയിലാവുന്ന അതിന് സംബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയായിട്ടൊക്കെ ഒരു കേടുപാട് വന്ന് അത് വാങ്ങിച്ചവർ തിരിച്ചുകൊണ്ട് വരിക, അതിൻ്റെ പൈസ ചോദിക്കുക, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കഥ മുന്നോട്ട് പോകുന്നത്. ബിനു പപ്പുവാണ് ആ ബൈക്കിൻ്റെ ഒരു ഓണറോടെ നിൽക്കുന്ന കാര്യങ്ങളൊക്കെ. ട്രെയിലർ കണ്ട സമയത്തും എനിക്ക് നല്ല എക്സ്പെക്റ്റേഷൻ ആയിരുന്നു, കാര്യങ്ങളൊക്കെ ആയിരുന്നു. കാരണം ട്രെയിലർ ഇപ്പോൾ നമുക്ക് ഇവരുടെയൊക്കെ മാരകമായ പ്രകടനങ്ങളും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി പറ്റിയ ഒരു ഇതായിട്ട് കണ്ടു. പക്ഷേ സിനിമയിലേക്ക് വന്ന സമയത്ത് അവിടെ ഫുൾ ബ്ലാങ്കായി ഇപ്പോൾ എന്ന് മാത്രമേ പറയാൻ വേണ്ടി പറ്റൂ. നമ്മൾ കണ്ട ഒരു പെർഫോമൻസോ കാര്യങ്ങളോ ഒന്നും തിരക്കഥയുമായിട്ട് യോജിച്ച് പോകാത്തതായിട്ട് എനിക്ക് തോന്നിപ്പോൾ. ഒരു നെഗറ്റീവായിട്ട് തോന്നിപ്പോയത് പോലെ ഈ ഒരു കാര്യം തന്നെയാണ്. ബെസ്റ്റ് തിരക്കഥ കൊണ്ടുവന്നിട്ട് ഇത്രയും പേരുടെ ഒരു ഫാമിലി സംബന്ധപ്പെട്ട കാര്യങ്ങളും കുടുംബപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരു ഫൺ രീതിക്ക് ഈ സിനിമ
അവതരിപ്പിച്ചിരുന്നുവെങ്കിൽ പ്രേക്ഷകർക്ക് കുറച്ചും കൂടെ ഒരു എൻജോയ് ചെയ്ത് ത്രില്ലിങ്ങോട് കൂടി കാണാൻ വേണ്ടി പറ്റുമായിരുന്നു. നടക്കുന്ന സംഭവ വികാസങ്ങളൊക്കെ ത്രില്ലിംഗ് ആണെങ്കിൽ പോലും സ്ക്രിപ്റ്റ് ബേസ് ഭയങ്കര മോശമായി ഇപ്പോൾ എന്ന് പറയാൻ വേണ്ടി പറ്റും. ഇടയ്ക്കിടയ്ക്ക് കുറേ സഹതാരങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ മെയിനായിട്ടും ഈ സിനിമയിൽ ഒരു പ്രധാനപ്പെട്ട ഒരാൾ വരുന്നുണ്ട്. അത് ഗസ്റ്റ് റോളാണെങ്കിൽ പോലും ആ പുള്ളിക്കാരൻ ഇതിൻ്റെ ട്രെയിലറിലും ഒക്കെ മെൻഷൻ ചെയ്തേക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ പേരെന്തോ അജ്മലോ അങ്ങനെ എന്തോ ഒരു പേരെന്ന് എനിക്ക് തോന്നിപ്പോന്ന് അറിയത്തില്ല. നിങ്ങൾക്കൊക്കെ ഒരു ആൽബം സോങ് ചിലപ്പോൾ നിങ്ങളെല്ലാം കണ്ട് കാണും. ഒരു കാണാൻ തോന്നുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒമർ ലുലു എടുത്ത ഒരു ആൽബമുണ്ട്, ഫുൾ ദുബായിലാണ് ഷൂട്ട്. അതിലെ ഒരു കഥാപാത്രമായത് ഈ പുള്ളിക്കാരൻ അതിനകത്തൊരു റോള് ചെയ്യുന്നുണ്ട്. ആ കൊടുത്ത റോള് പുള്ളിക്കാരൻ്റെ ഒരു ആറ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ സൂപ്പറായിരുന്നു. വന്ന റോള് പെർഫെക്റ്റ് ആണ്. പുള്ളിക്കാരൻ്റെ ആദ്യത്തെ ഒരു സിനിമയായിട്ട് എനിക്ക് തോന്നുന്നത് എന്നാൽ ആ പുള്ളിയുടെ ഒരു കോമഡി സീൻ സംബന്ധപ്പെട്ട ഒരു മൊമെൻറ്റുകളൊക്കെ നന്നായിട്ട് തന്നെ ചെയ്ത് വന്നിട്ടുണ്ട്. സംവിധായകൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ മെയിനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വീക്ക് തിരക്കഥയിൽ മാരക പെർഫോമൻസ് കാണിച്ച അയൽവാശി എന്ന് പറയുന്ന ഒരു സിനിമയെ പറ്റി എനിക്ക് ഇത്ര പറയാൻ വേണ്ടിയുള്ളൂ. സംവിധായകൻ കുറച്ചും കൂടെ ആ ഒരു സ്ക്രിപ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ നമുക്ക് നല്ല ഒരു ഫാമിലി പ്ലസ് എൻ്റർടൈൻമെൻറ്റ് ഒരു മൂവി നമുക്ക് പ്രതീക്ഷിക്കാമെന്ന് തോന്നിപ്പോയി. അപ്പോൾ അതുകൊണ്ട് ഇനി ഇർഷാദ് പരാരി എന്ന് പറഞ്ഞ സംവിധായകൻ സ്ക്രിപ്റ്റ് എന്തെങ്കിലുമൊക്കെ സെലക്ട് നേരത്ത് നന്നായിട്ട് എഴുതി പിടിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന കാര്യം മാത്രമേ പറയാൻ വേണ്ടി പറ്റും. ഭയങ്കര ഒരു നിരാശപ്പെടുത്തിയ ഒരു അനുഭവമായി പോയി അയൽവാശി എന്ന സിനിമ. ഒരു രീതിക്കും നമുക്ക് കഥാപരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റാത്ത ഒരു കണ്ടീഷൻ കൊണ്ട് ഇത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇത്രേ പറയാൻ വേണ്ടി പറ്റും. ബാക്കി ബേസ് വെച്ച് നോക്കുകയാണെങ്കിൽ കണ്ടിരിക്കാൻ പറ്റിയൊരു പടമാണ്. ചുമ്മാ നേരം പോക്കിന് കാണാൻ വേണ്ടി പടം. വേണ്ട ഒരു തിരക്കഥയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതാനും എന്നുള്ള ഒരു പ്രശ്നങ്ങളല്ലാതെ വേറെ ഒന്നുമില്ല. വീക്ക് തിരക്കഥയിൽ മാരക പ്രസൻസ് മാത്രമേ പറയാൻ വേണ്ടി പറ്റും. ഇതാണ് അയൽവാശിയെപ്പറ്റി എനിക്ക് പറയാൻ വേണ്ടിയുള്ളത്. ഇത്ര മാത്രമേ ഉള്ളൂ. തിരക്കഥ കുറച്ചും കൂടെ ഓക്കെ ആക്കിയിരുന്നെങ്കിൽ നല്ലൊരു സിനിമ കാണാൻ വേണ്ടി പറ്റുമായിരുന്നു. ഓക്കെ, ഇത്ര ഉള്ള കാര്യം. അപ്പോൾ മറ്റ് സിനിമയുടെ വിഷയമായിട്ട് പ്രണവ് സൈനിങ് ഔട്ട്. ബൈ. ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ഓക്കെ, ഇത്ര പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ പ്രണവ് സൈനിങ് ഔട്ട്. ബൈ. ഓക്കെ.